കേരളത്തിൽ ഇതുവരെയായിട്ട് നമുക്കൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വൻ ഭൂരിപക്ഷത്തിൽ UDF വിജയിച്ചിട്ട് മുഖ്യമന്ത്രി എവിടെ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ മലയാളികൾക്ക്. എന്ത് പറയാനാണ്, ഇവിടെയുള്ളവരുടെ ഈ കസേരകളി കാരണം അങ്ങ് ദില്ലിയിൽ നിന്നും ഹൈക്കമാൻഡ് വരെ വെട്ടിലായിരിക്കുകയാണെന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ പറയപ്പെടുന്നത്. ഇപ്പോൾ ഇതാ ദീപദാസ് മുൻഷിയുടെ കയ്യിൽ ഒരു മുദ്ര വച്ച കവറിൽ പത്രം കൂടി അവർ ഫ്ലൈറ്റിൽ തിരിച്ചിട്ടുണ്ട്. അതിലറിയാം നമുക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന്, ചീഫ് മിനിസ്റ്റർ ആരാണെന്നുള്ളത്. RC ആണോ, VD ആണോ, അതോ KC ആണോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാണാനിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു അടുപ്പിച്ച് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ തുടങ്ങിയതാണ് ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളത്. പല വാർത്തകളും നമ്മൾ കേട്ടു. ഇതിനിടയ്ക്ക് VD സതീശൻ ഒന്ന് ഇടയുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതായത് KC വേണുഗോപാലിനെയാണ് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹമെങ്കിൽ, ഞാൻ വേണമെങ്കിൽ, അതായത് എന്റെ സ്വന്തം തട്ടകമായ പറവൂരിലെ സീറ്റ് തന്നെ ഞാൻ നിങ്ങൾക്കായിട്ട് വിട്ടു നൽകാം. KC വേണുഗോപാൽ മത്സരിക്കണമല്ലോ, ആ മത്സരിക്കാനായിട്ട് എന്റെ തട്ടകം തന്നെ ഞാൻ വിട്ടു നൽകാമെന്നാണ് VD സതീശൻ മുറുക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, VD സതീശന്റെ പുറകെ തന്നെ മുസ്ലിം ലീഗും ഉണ്ട്. കാരണം മുസ്ലിം ലീഗിന് വേണ്ടത് VD സതീശനെയാണ്. ഇന്നലെ സോണിയാഗാന്ധി ഫോൺ വിളിച്ച് മുസ്ലിം ലീഗിനോട് ചോദിച്ചപ്പോൾ, സാദിഖ് അലി തങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരൊറ്റ വാക്കാണ്, ഞങ്ങൾക്ക് വേണ്ടത് VD സതീശനെയാണ്. കാരണം VD സതീശനെയാണ് ഞങ്ങൾ മുന്നിൽ കണ്ടത്, പ്രവർത്തിച്ചതും. അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരാളെ മുഖ്യമന്ത്രിയായിട്ട്, കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് കാണാനും കഴിയില്ല, ഞങ്ങൾക്ക് അംഗീകരിക്കാനും കഴിയുകയില്ല എന്നാണ് സോണിയാഗാന്ധിയോട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ മറുപടി. എന്താണല്ലേ, ഘടകകക്ഷികളുടെ അഭിപ്രായം വരെ ചോദിക്കേണ്ട അവസ്ഥ വന്നു ഹൈക്കമാൻഡിന്. ഇനി എന്നാണാവോ, അതായത് കോൺഗ്രസില് ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്ന് ഇനി ജനങ്ങളെ വരെ ചോദിപ്പിക്കേണ്ടി വരും, വിളിപ്പിച്ച് ചോദിക്കേണ്ട അവസ്ഥ വരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇപ്പോൾ കേരളം ഒരു നാഥനില്ലാ കളരിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഒരു യോഗം ചേർന്ന് അതിന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ RC ആകുമോ, VD ആകുമോ, KC ആകുമോ എന്നൊന്നും നമുക്കറിയില്ല. ഇന്ന് തേങ്ങ ഉടയ്ക്കുമോ എന്ന് പോലും നമുക്കറിയില്ല. ഇതിന്റെ ഇടയ്ക്കാണ് ഇന്നലെ സോണിയാഗാന്ധിനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്ന് നമ്മൾ കേട്ടു. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിച്ചതെന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതല്ല മറിച്ച് ഒരു രോഗാവസ്ഥയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അപ്പോഴും ഹൈക്കമാൻഡ് എന്തുകൊണ്ട് ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല? കാരണം തുടക്കം മുതലേ ഇവിടെയുള്ളവർക്ക് VD സതീശനാകും എന്നൊരു ഭാവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ, കേരളത്തിലെ ജനങ്ങളല്ല പ്രതീക്ഷിച്ചത്. അതായത് ഘടകകക്ഷികൾ മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ VD സതീശന് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതും ഫ്ലെക്സുകൾ നാട്ടുന്നതും. എല്ലാ ദിക്ക് തിരിച്ച് ഫ്ലെക്സുകൾ നാട്ടുന്നതും ഫ്ലെക്സ് യുദ്ധം നടത്തുന്നതും VD സതീശനും KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഇവർ 3 പേരുടെ സംഘങ്ങൾ തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഫ്ലെക്സ് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ഹൈക്കമാൻഡ് ഒരു തീരുമാനം വച്ചിരുന്നു. പക്ഷെ എന്നിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ വൻ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലെക്സ് ആണ് ഉയർന്നത്. കാരണം ഇത്രയും നേരം നമ്മൾ കണ്ടത് VD സതീശന്റെയും KC വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പേര് വെച്ച് മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള ഫ്ലെക്സ് ആണെങ്കിൽ, ഒരു വൻ ഭീഷണി എന്ന പോലെയാണ് വയനാട്ടിൽ ഇന്നലെ നമ്മൾ കണ്ടത്. ഇനി അടുത്ത വയനാട് അമേഠിയാക്കും. അമേഠിയിൽ എന്താ നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം ഇനി KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി ആക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് KC വേണുഗോപാലാണ് പ്രിയമെങ്കിൽ, അദ്ദേഹത്തെയാണ് നിയുക്ത മുഖ്യമന്ത്രി ആക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ, ഇനി നിങ്ങൾ വയനാട്ടിൽ MP ആകാൻ വേണ്ടിയുള്ള വയനാട്ടിലേക്ക് വരവ് അങ്ങ് കുറച്ചോളൂ. കാരണം കേരളം അടുത്ത അമേഠിയാകും. അമേഠി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? അത്രയും നാള് കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന അമേഠി പെട്ടെന്ന് BJP അധികാരത്തിൽ വന്നു, NDA അധികാരത്തിൽ വന്നു. ഇത് ഒരു ട്വിസ്റ്റ് തന്നെയാണോ? ഇത് ഇനി KC വേണുഗോപാലെ മുഖ്യമന്ത്രി ആക്കി കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ UDF പിളരുമോ? ഇതൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഇടയ്ക്കാണ് അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് KC വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി അങ്ങോട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഇനി സതീശന്റെ വിഭാഗം പിടിമുറുക്കിയിരിക്കുന്നത് കൊണ്ടാണോ, നിങ്ങളൊന്ന് അയയൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ഇന്നലെ പ്രഖ്യാപിക്കുന്നു പറഞ്ഞു, മിനിഞ്ഞാന്ന് 7 മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു, നമ്മൾ കണ്ടില്ല. ചിലരൊക്കെ ട്രോൾ വരെ ഇടുന്നുണ്ട്, അതായത് നിലാവ് കണ്ടില്ല, അതുകൊണ്ട് പെരുന്നാൾ മാറ്റി വെച്ചു എന്ന് പറഞ്ഞ അവസ്ഥ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത് വലിയൊരു നാണക്കേട് തന്നെയാണ്. ഏറ്റവും വലിയ ഭൂരിപക്ഷം ഇവർക്ക് കിട്ടി. പെട്ടെന്ന് ഇവരിതൊരു അധികാരത്തിൽ കയറിയെങ്കിൽ NK പ്രേമചന്ദ്രൻ പറഞ്ഞ പോലെ CPM-ന്റെ ഭരണ തകർച്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള സുവർണ അവസരം തന്നെയാണ് UDF അധികാരമോഹത്തിന് വേണ്ടി തല്ലിക്കെടുത്തിരിക്കുന്നത്. കാരണം 10 വർഷം കേരളം ഭരിച്ചു മുടിച്ച CPM-ന്റെ ഭരണ തകർച്ചയും
വൺ മാൻ ഷോ, പിണറായി വിജയന്റെ വൺ മാൻ ഷോയുടെ കഥയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾക്ക് അത് ഒരിക്കലും പറയാനായിട്ട് നിങ്ങൾ യോഗ്യരല്ല. കാരണം നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ നിങ്ങൾ വെറും കഴുതകളാക്കുകയാണ് ചെയ്തത്. മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഈ VD സതീശന് വേണ്ടി നിൽക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണ്? അതായത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പ്രീണനം നടത്താൻ വേണ്ടിയിട്ടാണോ കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത്? ഘടകകക്ഷികളാണോ കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് എന്നാണ് ഒരു ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യമായിട്ട് മാത്യു കുഴൽനാടനാണ് മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചത്. എന്നാൽ മുസ്ലിം ലീഗിനെതിരെ സംസാരിച്ചപ്പോൾ കുഴൽനാട് നേരിട്ടത് അവരിൽ തന്നെ വല്ലാത്തൊരു പ്രക്ഷോഭങ്ങളാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറയുന്നത് മുസ്ലിം ലീഗ് ഇല്ലാതെ എന്ത് UDF എന്താണ് പറയുന്നത്. ശരിയാണ്, രാജ്മോഹൻ ഉണ്ണിത്താനും ഈ പ്രിയങ്ക ഗാന്ധിക്കുമെല്ലാം മുസ്ലിം ലീഗ് ഇല്ലാതെ ഒരു വിജയം ഇല്ല. കാരണം ഇവരൊക്കെ ജയിച്ചു വന്ന മണ്ഡലങ്ങൾ നോക്കിയാൽ തന്നെ മതി. VD സതീശനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതൊന്നും പെടാത്ത ഒരാളുകളുണ്ട്. സത്യം പറഞ്ഞാൽ UDF മുസ്ലിം ലീഗിന് എന്നു മുതൽ പ്രീണനം നടത്താൻ തുടങ്ങിയോ അന്നു മുതൽ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആയിട്ട് ഇപ്പോൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ കാണുന്ന കേരളത്തിലെ മലയാളികൾ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ചത്ത കുതിര എന്ന് വിശേഷിപ്പിച്ചതാണ്. എന്നാൽ ഇന്ന് ആ ചത്ത കുതിരയുടെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് സോണിയാഗാന്ധി വരെ മുസ്ലിം ലീഗിലെ സാദിഖ് അലി തങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്ത് ചോദിക്കാനായിട്ട്? കേരളത്തിലെ മുഖ്യമന്ത്രി ആരാക്കണം? KC വേണുഗോപാൽ ആക്കിയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല, ഞങ്ങൾക്ക് പറ്റില്ല, ഒന്നില്ലെങ്കിൽ VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഇതാണ് മറുപടി. അപ്പോൾ ശരിക്കും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് ഘടകകക്ഷികളാണോ അതോ ജനങ്ങളാണോ? ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു ഘടകകക്ഷികളുടെയും അല്ലെങ്കിൽ ഒരു മതസംഘടനകളുടെയും അഭിപ്രായം ആരാന് ഒരു മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ല. അതാക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ നമുക്ക് ഇന്നെങ്കിലും തേങ്ങ ഉടയ്ക്കുമോ സ്വാമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവും ചോദ്യവും ഏതാണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെ ആകുമെന്നാണ് പറയാൻ കഴിയുന്നത്. ഇനി ദീപദാസ് മുൻഷിയുടെ കയ്യിൽ മുദ്ര വെച്ച കവറില് ആരുടെ പേരാണ് എന്നാണ് വെയിറ്റിംഗ്, സസ്പെൻസ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് 1 മണിക്ക് നിയമസഭാ യോഗം ചേരുമെന്നാണ് പറയുന്നത്. ഈ നിയമസഭാ യോഗത്തിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.